അപ്പോൾ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കേട്ടോ. വളരെ ഇൻഫോർമേറ്റീവുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള കാര്യങ്ങളുള്ളൂ കേട്ടോ. നെഗറ്റീവായിട്ട് കാണുന്നവർക്ക് അങ്ങനെയും കാണും. പിന്നെ ഇപ്പോൾ ട്രെയിനിനകത്ത് കയറിക്കാൻ നോർമലി ഇപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാര്യം അത്രയും വൃത്തിഹീനമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ പേര് പോസ്റ്റ് ചെയ്ത് കണ്ടുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് വാങ്ങാൻ ശരിക്കും മടിയാണ് കേട്ടോ. പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ പറയുക, ഇതുപോലെ ഏതെങ്കിലും സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഇതുപോലെ കാറ്ററിംഗ് സ്റ്റാളിൽ നിന്ന് ഫുഡ് മേടിക്കാം. അപ്പോൾ ഈ ഒരു കക്ഷി ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കാര്യം എനിക്കൊന്ന് രാവിലത്തെ ആ ഒരു ബോക്സ് ആണെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് ഈ ഫുഡെന്നൊക്കെ ചില സമയത്ത് ബിരിയാണി എന്നൊക്കെ ഓയിലും വെള്ളമൊക്കെ ഇങ്ങനെ ജസ്റ്റ് വരുമല്ലോ. അപ്പോൾ ഈ പുള്ളി ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടോ, ആ ബോക്സ് എടുത്തിട്ട് കണ്ടോ, ആ വേസ്റ്റ് ബിന്ന് തൊട്ടു എന്നുള്ള രീതിയിൽ വേസ്റ്റ് ബിന്നിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ചെയ്യുന്ന കാര്യം കണ്ടോ, അത് ആദ്യം അതിലേക്ക് വെള്ളമൊക്കെ അങ്ങ് ഊറ്റിയിട്ട് അതിൻ്റെ മുകളിലത്തെ ആ ഒരു കവർ അങ്ങ് മാറ്റിക്കളയും കേട്ടോ. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള കവർ വെച്ചിട്ട് അത് സീൽ ചെയ്തിട്ട് വീണ്ടും അത് ആൾക്കാർക്ക് കൊടുക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ ശരി, സമ്മതിച്ചു, ഇനി അയാളുടെ ഫുഡ് എന്താ പറയുക, അത് ചിലവാകുന്ന രീതിയായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊന്നും ആൾക്കാരെ ഇട്ടിട്ട് ചെയ്യരുത്. ഇപ്പം എനിക്കിതിൽ ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള ചോദ്യം കാര്യം എന്ന് പറഞ്ഞാൽ ആടെ വെക്കുന്ന ആ വേസ്റ്റ് ബിന്നുള്ള വേസ്റ്റും കാര്യങ്ങളും ഇടുന്ന അതിനേക്കകത്തേക്കാണ് അവൻ ആ കൈയിട്ട് കുത്തിപ്പിടിച്ച് ആ ഒരു സാധനം അതിലേക്ക് കണ്ടോ ഓരോന്നോരോന്നോട്ട് ഇറക്കി ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനമല്ലേ നമ്മൾ നല്ല രീതിയിലാണെന്നും ഇതാക്കിയിട്ട് വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പം നമുക്കിതൊന്നും ഒട്ടും സേഫായിട്ടുള്ള കാര്യമല്ല കേട്ടോ. അപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. കാര്യം ഈ ഒരു വീഡിയോ ഞാൻ അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. കാര്യം അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്ന കാര്യം പുറത്തുനിന്ന് നമ്മൾ മേടിക്കുമ്പോൾ അത്രയും നീറ്റായിട്ട് തരുന്നല്ലേ, ഒരിക്കലുമല്ല. അപ്പം നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആയിക്കോട്ടെ, ചില സമയങ്ങളിൽ നമുക്ക് ഫുഡ് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫ്രൂട്ട്സ് എങ്കിലും കരുതുക. അപ്പം ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരത്തില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ ഫുഡ് അത്രയും മോശമായതുകൊണ്ടായിരിക്കില്ലേ അവൻ അതിനകത്ത് നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഊറ്റി കളയുന്നത്, അതും ആ ഒരു വേസ്റ്റ് ബിന്നിനകത്തേക്ക്. അപ്പോൾ ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യിൽ കരുതാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. കാര്യം ഇനി ഇങ്ങനെ ആരും ചെയ്യരുത്.